എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും അവസാനം നടന്ന റിവ്യൂ യോഗം ഈ നവംബർ മാസം 1-നായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ് ഇപ്പോ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി മാറിയിട്ടുള്ളത്. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ സർവീസ് റോഡിലുണ്ടായ വിള്ളലിൽ അകപ്പെട്ടു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംസ്ഥാനത്ത് ദേശീയപാതയിൽ ഉണ്ടാകുന്ന നിർമ്മാണത്തിന്റെ അപാകതയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ആദ്യം കൂരിയാടുണ്ടായി, അതിനു പിന്നാലെ ആലപ്പുഴയിൽ ഒരു അപകടമുണ്ടാകുന്നു. ഇപ്പോൾ കൊല്ലം കൊട്ടിയത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. ഞങ്ങൾക്ക് ഇതൊന്നും മറച്ചു വെക്കാനില്ല. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ